ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഫ്രൂട്ട്സ് തീമിൽ 2 പെൻ ഹോൾഡേഴ്സ് ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓറഞ്ചിൻ്റെയും പൈനാപ്പിളിൻ്റെയും തീമിലുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് തീമിലുള്ള പെൻ ഹോൾഡർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓറഞ്ച് കളറിലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പെൻസിലും കോമ്പസും വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് 7 സെൻറ്റിമീറ്റർ റേഡിയസിൽ 2 സർക്കിൾസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ 2 സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യെല്ലോ കളറിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ 5 സെൻറ്റിമീറ്റർ റേഡിയസിൽ 2 സർക്കിൾസ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 4 സർക്കിൾസ് ഉണ്ട്. 2 5 സെൻറ്റിമീറ്ററിലും 2 7 സെൻറ്റിമീറ്ററിലും. ഇനി ഈ യെല്ലോ സർക്കിൾ ഓറഞ്ച് സർക്കിളിൻ്റെ അകത്ത് സെൻറ്ററിലായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഓറഞ്ച് കളർ പേപ്പറിൽ ഇതുപോലൊരു ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്മൂത്താക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കിളിലേക്ക് ഇങ്ങനത്തെ 6 പീസസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 12 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ യെല്ലോയിൽ ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സർക്കിൾസിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ആ ഒരു ഷേപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പെൻ ഹോൾഡർ ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറച്ച് കട്ടി വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ പഴയൊരു നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തിട്ടുണ്ട്. ഒരു 6 സെൻറ്റിമീറ്റർ റേഡിയസ് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. 2 സർക്കിൾസിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓറഞ്ച് കളർ പേപ്പർ തന്നെ നീളത്തിൽ ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഈ 2 സർക്കിൾസിൻ്റെയും സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഒട്ടിക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ 2 സൈഡിലും ഇതേപോലൊരു പാറ്റേണിൽ കട്ട് ചെയ്തിട്ടുണ്ട് പേപ്പർ. എന്നിട്ടത് അകത്തേക്കാക്കിയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഗമ്മ് തേച്ചിട്ട് റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം 2 സൈഡിലുമായിട്ട്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചിട്ട് നമ്മളെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെൻറ്റർ കട്ട് ചെയ്തിട്ടുള്ളൊരു ഓറഞ്ച് ഫ്രൂട്ടിൻ്റെ തീമിലാട്ടോ നമ്മളിത് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. കളർ പേപ്പേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിൾ ഒന്ന് വെച്ച് നോക്കൂ. ആ ഒരു ടേബിളിൻ്റെ ലുക്ക് തന്നെ മാറും. നമുക്കിത് പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാനും പറ്റും. കാണാനും അടിപൊളിയാണ്. ഒരു ഷോ പീസൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓറഞ്ച് പെൻ ഹോൾഡറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോവാം. രണ്ടാമതായിട്ട് നമ്മളൊരു പൈനാപ്പിളിൻ്റെ തീമിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു 7-അപ്പിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ബോട്ടിലാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു താഴത്തെ ഭാഗം മാത്രം മതി നമുക്ക്. യെല്ലോ കളറിലുള്ളൊരു പേപ്പർ എടുക്കാം. ഈ ബോട്ടിലിന് കവർ ചെയ്യാൻ പറ്റുന്ന അത്ര മെഷർമെൻറ്റിൽ വേണം പേപ്പർ എടുക്കാനായിട്ട്. ഇതിൽ ഞാൻ പൈനാപ്പിളിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന പോലത്തെ ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ സ്കെച്ച് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. പൈനാപ്പിളിൻ്റെ മുകളിലുള്ള ആ ഒരു പുല്ലിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്.
ഇത് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രണ്ടാമത്തെ പെൻ ഹോൾഡറും റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ തീമിൽ നല്ലൊരു അടിപൊളി പെൻ ഹോൾഡറാണ്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണല്ലോ, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ ബോട്ടിലും പേപ്പേഴ്സും എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ 2 ഐഡിയാസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഓറഞ്ച് ആൻഡ് പൈനാപ്പിൾ തീമിലുള്ള 2 പെൻ ഹോൾഡേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.